Meet the editors. ഹലോ, ഗുഡ് ഈവനിങ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരിടവേളയ്ക്കു ശേഷം ഏറ്റുമുട്ടലിന്റെ പാതയിലാണ് കേരള കത്തോലിക്ക സഭയും CPIഎമ്മും. BJPയെ പുകഴ്ത്തിയ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയെ അവസരവാദിയെന്ന് CPIഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിളിച്ചതാണ് പുതിയ വിവാദത്തിന് കാരണം. AKG സെന്ററിൽ നിന്നും തിട്ടൂരം വാങ്ങിയതിനു ശേഷം മാത്രമേ കത്തോലിക്ക സഭയിലെ മെത്രാന്മാർ പ്രസ്താവന നടത്താൻ പാടുള്ളൂ എന്നാണ് തലശ്ശേരി അതിരൂപതയുടെ ചോദ്യം. ഗോവിന്ദച്ചാമി പറയുന്നത് പോലെ ഗോവിന്ദൻ സംസാരിക്കരുതെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിലും വിമർശിച്ചത്. വിമോചന സമരകാലം മുതലേ പലതവണ നേർക്കുനേർ ഏറ്റുമുട്ടിയിട്ടുണ്ട് കേരളത്തിലെ കത്തോലിക്ക സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. ഇത്തവണത്തെ ഏറ്റുമുട്ടൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ടാണ്. തുടക്കത്തിൽ BJPക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച സഭാ നേതൃത്വം ജാമ്യം ലഭിച്ചതിന് പിന്നാലെ നിലപാട് മയപ്പെടുത്തിയോ എന്നാണ് CPIഎമ്മിന്റെ സംശയം. ജാമ്യത്തിന് പിന്നാലെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നന്ദി പറഞ്ഞുള്ള ബിഷപ്പ് പാംപ്ലാനിയുടെ പ്രസ്താവന CPIഎമ്മിന് ഒട്ടും രസിച്ചിട്ടില്ല. പാംപ്ലാനി പിതാവിന് നിയോമുള്ളറുടെ അവസ്ഥ വരുമെന്നാണ് DYFI 2 ദിവസം മുൻപ് പറഞ്ഞത്. പിന്നാലെ പാംപ്ലാനിയെ അവസരവാദിയെന്ന് വിളിച്ച് MV ഗോവിന്ദൻ മാഷും രംഗത്തെത്തി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമം പോകുന്നു. പമ്പ്ലാനി അപ്പഞ്ഞുട്ടി. പമ്പ്ലാനി ഞാൻ പേരുപയോഗിച്ചത് ബോധപൂർവമാണ്. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് പമ്പ്ലാനി പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. അവസാനം ജാമ്യം കിട്ടിയപ്പോൾ സ്തുതി. ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അച്ഛന്മാർ കേക്കും കൊണ്ട് പോയി സോപ്പിടാൻ. എവിടെ? RSന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് വേറെ വിവരം. ഒഡീഷയിൽ കന്യാസ്ത്രീയെ മാത്രമല്ല അച്ഛനെയും അടിച്ചു. ഗോവിന്ദൻ മാഷിന്റെ വിമർശനങ്ങൾക്ക് അതേ നാണയത്തിലാണ് സഭയുടെ മറുപടി. AKG സെന്ററിൽ നിന്നും തിട്ടൂരം വാങ്ങിയതിനു ശേഷം മാത്രമേ കത്തോലിക്ക സഭയിലെ മെത്രാന്മാർ പ്രസ്താവന നടത്താൻ പാടുള്ളൂ എന്ന സമീപനം ഉള്ളിലൊളിപ്പിച്ചു വെച്ച ഫാസിസത്തിന്റെ മറ്റൊരു മുഖമാണെന്നായിരുന്നു തലശ്ശേരി അതിരൂപതയുടെ വിമർശനം. ഗോവിന്ദച്ചാമി സംസാരിക്കുന്നത് പോലെ CPIഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസാരിക്കരുതെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിലും പ്രതികരിച്ചു. മൈക്ക് കണ്ടപ്പോൾ കുറേ ആളുകളെ കണ്ടപ്പോൾ സ്ഥലകാലബോധം നഷ്ടപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ചേർന്നതല്ല എന്ന് ഇവിടുത്തെ കേരളീയ പൊതുജനം വിലയിരുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. CPIഎമ്മിനെയും അതിന്റെ സെക്രട്ടറിയെയും 4 തെറി പറഞ്ഞാൽ RSSന്റെ അംഗീകാരം ലഭിക്കുമെന്നാണ് ചില പിതാക്കന്മാർ കരുതുന്നതെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പിന്നാലെ നിലപാട് കടുപ്പിച്ചു. CPIഎമ്മിനെയും ഇടതുപക്ഷത്തെയും DYFIയും തെറി പറഞ്ഞാൽ RSSന്റെ പിന്തുണ കൂടുതൽ ഉറപ്പിക്കാം എന്നാണ് ഇപ്പോഴും ഇവരെല്ലാം ധരിച്ചു വെക്കുന്നത്. ഇവരോടെല്ലാം എന്താണ് മറുപടി പറയേണ്ടത്? നേർക്കുനേർ പോരാട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക്. BJPക്കും RSSനും കുഴലൂതുകയാണ് കത്തോലിക്ക സഭയെന്നാണ് CPIഎം ഉയർത്തുന്ന വിമർശനം. പാംപ്ലാനിയെ ചൊല്ലി സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പോരിനിറങ്ങുമ്പോൾ നേട്ടമുണ്ടാക്കുന്നത് ആരായിരിക്കും? നമ്മൾ ചർച്ചയിലേക്ക് വരികയാണ്. ഇന്ന് CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിനെ ഗോവിന്ദച്ചാമിയുടെ പേര് പറഞ്ഞ് ഉപമിക്കുകയായിരുന്നു ചെയ്തത്. ഗോവിന്ദച്ചാമിയെ പോലെ സംസാരിക്കരുത് ഗോവിന്ദൻ മാഷ് എന്നാണ് ഫിലിപ്പ് കവിയിൽ പറഞ്ഞത്. ഉന്നം അതിന് തിരിച്ചുള്ള മറുപടികൾ വന്നുകൊണ്ടിരിക്കുന്നു. അവസരവാദി എന്നാണ് MV ഗോവിന്ദൻ മാഷ് പാംപ്ലാനി പിതാവിനെ വിളിച്ചത്. ഉന്നം പാംപ്ലാനി മാത്രമാണോ എന്നാണ് ചോദ്യം. നമ്മൾ ആ ചോദ്യത്തിലേക്ക് വന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സഭയുമായിട്ടൊരു പോർമുഖം തുറക്കുകയാണ്. ആദ്യം DYFIയുടെ ഭാഗത്തു നിന്ന് വരുന്നു, പിന്നീട് അത് CPIഎം ഏറ്റെടുക്കുന്നു. പാർട്ടി സെക്രട്ടറി സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ക്യാമ്പയിൻ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടി സെക്രട്ടറി ആദ്യമായി പേരെടുത്തു പറഞ്ഞ് അവസരവാദിയാണ് എന്ന് സൂചിപ്പിക്കുന്നു. പശ്ചാത്തലം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ മോചനവുമായി ജാമ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഉന്നം പാംപ്ലാനി മാത്രമാണോ? നിലവിൽ ഉന്നം പാംപ്ലാനി മാത്രമാണ്. നിലവിൽ ഉന്നം പാംപ്ലാനി മാത്രമാണ്. പാംപ്ലാനിയെ പോലെ നിലപാടെടുക്കുന്ന മറ്റ് സഭാ മേലധ്യക്ഷന്മാർക്കും എതിരെയാണ്. അതാണ് ഇപ്പോൾ അല്പം മുമ്പ് എൻ്റെ ചർച്ചയിലേക്ക് ബാലൻ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം. ആ തരത്തിൽ നിലപാടെടുക്കുന്നവർ വിമർശിക്കുന്നു, അതേ സഭയെ മൊത്തത്തിൽ വിമർശിക്കുകയല്ല. കാരണം പാംപ്ലാനി പിതാവെടുത്ത സമീപനത്തിൽ സഭയിൽ നിന്ന് തന്നെ എതിർ ശബ്ദങ്ങൾ നമ്മൾ കേട്ടതാണ്.
പല ഘട്ടത്തിൽ പാംപ്ലാനിക്കെതിരെ വിമർശനം സോഷ്യൽ മീഡിയയിലടക്കം ഈ വിശ്വാസികളുടെ കൂട്ടായ്മയുടെ പ്രതികരണം കണ്ടതാണ്. സഭയിൽ നിന്നടക്കം ചില പിതാക്കന്മാർ അതിരഭിപ്രായങ്ങൾ പറഞ്ഞതാണ്. അതിനകത്ത് നടന്ന ചർച്ചകളിലും പാംപ്ലാനി എടുത്ത നിലപാട് ശരിയായില്ല എന്ന വിമർശനം ഉണ്ടായെന്ന് നമ്മൾ വാർത്തകളിൽ കൊടുത്തതാണ്. ഇപ്പോൾ നോക്കൂ, ഈ വിഷയത്തിൽ BJP ഏത് തരത്തിലാണ് നിലപാടെടുത്തത്? ഈ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സംഭവം, ആ കന്യാസ്ത്രീകൾ അവിടെ ആക്രമിക്കപ്പെടുമ്പോൾ ആരാണ് അവിടേക്ക് ഓടിച്ചെന്നത്? ആരാണ് കന്യാസ്ത്രീകൾക്കൊപ്പം നിന്നത്? എല്ലാവരും, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. അവരുടെ മോചനത്തിന് വേണ്ടി ശക്തമായി മാധ്യമങ്ങളടക്കം എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ഇവിടെ നിന്നുള്ള BJP നേതാക്കളും അവിടേക്ക് ഓടിപ്പോയിരുന്നു. അവരും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അവിടുത്തെ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ നിലപാട് മാറ്റാൻ കേന്ദ്ര സർക്കാരിനെ കണ്ട് അവരും അഭ്യർത്ഥന നടത്തി, സഭാ മേലധ്യക്ഷന്മാരും നടത്തിയിരിക്കുന്നു. പക്ഷേ എന്താണ് കന്യാസ്ത്രീകൾ അനുഭവിച്ചത്? അവർ പുറത്തുനിന്ന് അനുഭവിച്ചത് നമ്മൾ കണ്ടു, ആ ദൃശ്യങ്ങൾ കണ്ടു. അതിനുശേഷം ജയിലിനകത്ത് അനുഭവിച്ചത് എന്ന് അവർ പല രാഷ്ട്രീയ നേതാക്കളോടും പറഞ്ഞു. അവർക്ക് സഭാവസ്ത്രം അണിഞ്ഞുകൊണ്ട് പുറത്ത് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെയുണ്ട് എന്നുള്ളതാണ്. ജയിലിനകത്ത് അവർക്ക് ചെരുപ്പിടാൻ പറ്റുമായിരുന്നില്ല, അവർക്ക് കൊന്ത കയ്യിൽ പിടിക്കാൻ പറ്റുമായിരുന്നില്ല, അവർക്ക് ബൈബിൾ വായിക്കാൻ പറ്റുമായിരുന്നില്ല. അത് ജയിലിനകത്ത് മാത്രമല്ല, പുറത്തും സേവന പ്രവർത്തനം നടത്തുന്ന കന്യാസ്ത്രീകളുടെ, അവിടുത്തെ അച്ഛന്മാരുടെ ഒക്കെ അവസ്ഥ അതാണ് എന്നുള്ള കാര്യം അവർ തുറന്നു പറയുകയായിരുന്നു. അതിനോട് എത്ര ശക്തമായിട്ട് ഈ പറയുന്ന പാംപ്ലാനി പിതാവ് അടക്കം പ്രതികരിച്ചിട്ടുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. ആ സമയത്ത് അതിശക്തമായി പ്രതികരിച്ചല്ലോ എന്നാണ് തലശ്ശേരി അതിരൂപതയുടെ പ്രസ്താവന ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതിശക്തമായ ഒരു പ്രതികരണം നമ്മൾ കണ്ടിട്ടുണ്ടോ? ശരിയാണ്, ഇവിടെ എല്ലാ സഭകളും ചേർന്നിട്ടുള്ള വലിയ പ്രതിഷേധം കേരളം കണ്ടതാണ്. ആ പ്രതിഷേധം തലസ്ഥാനത്തുണ്ടായിരുന്നു, തൃശ്ശൂരുണ്ടായിരുന്നു, ആലപ്പുഴയിലുണ്ടായിരുന്നു, എല്ലായിടത്തും കണ്ടതാണ്. ആ പ്രതിഷേധമുണ്ട്. പക്ഷേ പ്രതികരണം എത്രത്തോളം ശക്തമായിരുന്നു? ഞാൻ പറയുന്ന പാംപ്ലാനി പിതാവിൻ്റെ പ്രതികരണമാണ്. പാംപ്ലാനി പിതാവ് ആ സമയത്ത് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര ശക്തമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന അമിത്ഷായെ പോയി കാണുന്നു. അമിത്ഷാ അവിടെ ഛത്തീസ്ഗഡ് സർക്കാരിനോട് പ്രോസിക്യൂഷൻ എതിർക്കരുത് എന്ന നിലപാടെടുക്കുന്നു. അപ്പോൾ പ്രോസിക്യൂഷൻ എതിർക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് ജാമ്യം കിട്ടിയത് എന്നൊരു വിശ്വാസത്തിലേക്ക് സഭാ നേതൃത്വം എത്തുകയാണ്. അതായത് കോടതിക്കൊരു റോളുമില്ല. കോടതി നിയമവ്യവസ്ഥ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി പറയുന്നതനുസരിച്ചാണോ പ്രവർത്തിക്കുന്നതെന്ന സംശയം ഇവിടെ ആകെ ഉന്നയിക്കപ്പെട്ടുള്ളതാണ്. അത് ഈ പറയുന്ന MP ഗോവിന്ദനെ മാത്രം പ്രതികരണമല്ല, വിശ്വാസികൾക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നതാണ്. ഇങ്ങനെയാണോ ഇതിനോട് പ്രതികരിക്കേണ്ടത് എന്നുള്ളത്? അത് പാംപ്ലാനി പിതാവ് മുമ്പെടുത്തിട്ടുള്ള നിലപാടിൽ കൂടി ഇതിനൊരു പ്രധാനപ്പെട്ട ഘടകമാണെന്നേ. റബ്ബറിന് വില കൂട്ടിയാൽ ഇവിടെ നിന്നൊരു MP തരാമെന്നുള്ള പ്രസ്താവന നടത്തി രാഷ്ട്രീയ പ്രതികരണം തന്നെയാണ് നടത്തുന്നത്. നോക്കൂ, ഇപ്പോൾ ഈ ഫാദർ കവി അദ്ദേഹം നടത്തുന്ന പ്രതികരണം എന്താണ്? ആ പ്രതികരണം വലിയ രാഷ്ട്രീയമല്ലേ? അതിൽ ഈ ഒരാവശ്യമില്ലാതെ ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനലിന്റെ പേര് പറയുന്നു. പേരിന്റെ സാമ്യം കൊണ്ട് MP ഗോവിന്ദൻ ഗോവിന്ദച്ചാമി എന്ന പ്രയോഗം എന്തിനാണ് നടത്തുന്നത്? അങ്ങനെ ഒരു പ്രയോഗം എന്തുകൊണ്ട് BJP നേതാക്കളുമായി ബന്ധപ്പെട്ട് ആക്രമിക്കപ്പെട്ട കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ എന്തുകൊണ്ട് അത്രയും ശക്തമായ പ്രതികരണം ഉണ്ടായില്ല? സ്വാഭാവികമായും ഏതൊരു സാധാരണക്കാരൻ്റെയും മനസ്സിൽ തോന്നുന്നൊരു സംശയമാണ്. ആ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അത് പറയുന്നു. അത് മാത്രമല്ല, MP ഗോവിന്ദൻ്റെ രാഷ്ട്രീയം എന്താണ്? പിണറായി വിജയൻ മൂന്നാമതും വരാതിരിക്കാനുള്ള തന്ത്രമാണോ MP ഗോവിന്ദൻ കാണിക്കുന്നത് എന്ന CPM-നകത്ത് പറയാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവ് പറയുന്ന പോലെ രാഷ്ട്രീയം പറയുകയാണ് ഇവിടെ ഒരു പിതാവ്. അപ്പോൾ അതിൽ എന്താണ് താല്പര്യം എന്ന് സ്വാഭാവികമായൊരു സംശയം തോന്നും. അപ്പോൾ പാംപ്ലാനി പിതാവ് നടത്തിയിരിക്കുന്ന പ്രതികരണം അത് സഭയ്ക്കകത്തും വിശ്വാസികൾക്കൊക്കെ തന്നെയും എതിർവികാരം ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്ന ഒരു കാര്യം, വർഗീയ ധ്രുവീകരണം ഒഴിവാക്കാനുള്ള സുചിന്തിതമായ നിലപാടാണ് പിതാവ് സ്വീകരിച്ചതെന്ന്. ഇവിടെ വർഗീയ ധ്രുവീകരണം നടത്തുന്ന നിലപാടുകൾ എത്ര പിതാക്കന്മാർ പ്രതികരിച്ചിട്ടുണ്ട്? ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങൾ ഏത് തരത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്? അതിൽ ആരുമായിട്ടാണ് കൂട്ടുചേർന്നിട്ടുള്ളതെന്നൊക്കെ കേരളം കണ്ടിട്ടുള്ളതാണ്. ഇതിൽ ഒരു കാര്യമുണ്ട്, CPM അതിശക്തമായ നിലപാട് ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ട്. കുറേ കാലമായി CPM-നുള്ള ഒരു ചീത്തപ്പേര് BJP-യുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളില്ല. ADGP MR അജിത് കുമാറിന്റെ വിഷയത്തിലടക്കം നമ്മൾ കണ്ടതാണ്. ശക്തമായി പ്രതികരിക്കേണ്ട ഘട്ടത്തിൽ CPM പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. അപ്പോൾ BJP വിരുദ്ധ നിലപാട് ശക്തമായി എടുക്കുന്നു. അതിനൊരു ഒരാളുടെ ഒരു നേതാവിൻ്റെ പ്രതികരണമല്ല, അതൊരു തുടർച്ചയുണ്ട്. ആദ്യം അത് AK ബാലനാണ് നടത്തുന്നത്. AK ബാലൻ പറയുന്നു തലശ്ശേരിയിലെ ആഭ്യന്തരമന്ത്രി എന്നാണ് പാംപ്ലാനി വിമർശിക്കുന്നത്. അതിനുശേഷം VK സനോജ് നിലപാടെടുക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ MP ഗോവിന്ദൻ പ്രസംഗിച്ചത്. MP ഗോവിന്ദൻ അവസരവാദം എന്ന് പറഞ്ഞത് അവസരവാദപരമായ നിലപാടെടുക്കുന്നതുകൊണ്ട് തന്നെയാണ് അതിന് പറഞ്ഞത്. അത് വിമർശനങ്ങൾക്ക് അതീതരാണ് ഇവിടുത്തെ പിതാക്കന്മാർ എന്ന് കരുതേണ്ടതില്ല. ഇതിൽ അരമനയിൽ നന്നായി സുഖമായി ജീവിക്കുന്ന ബിഷപ്പുമാരുടെ ജീവിതവും ഈ സേവന പ്രവർത്തനത്തിലിറങ്ങുന്ന കന്യാസ്ത്രീകളുടെ ജീവിതവും ഒരുപോലെയാണെന്ന് കരുതാൻ പറ്റില്ല. രണ്ടും രണ്ട് തരം ജീവിതമാണ്. അവർക്ക് നിസ്വാർത്ഥമായി അവർ സേവനം അനുഷ്ഠിക്കുകയാണ്. അവർ അനുഭവിക്കുന്ന അവരുടെ അനുഭവം തന്നെയാണ്. ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുന്ന കന്യാസ്ത്രീകൾക്ക് ഇനി അങ്ങോട്ട് മടങ്ങിപ്പോകാൻ ഭയമാണ്.
ആ യാഥാർത്ഥ്യം അവിടെ നിൽക്കേ എല്ലാം കഴിഞ്ഞു, എല്ലാം പരിഹരിച്ചു എന്നെങ്ങനെയാണ് പാമ്പ്ലാനി പിതാവ് കരുതുക? ഇത് പരിഹരിക്കപ്പെട്ടു, എല്ലാം കഴിഞ്ഞിട്ട് എന്തിനാണ് വീണ്ടും അത് വലുതാക്കുന്നത് എന്ന രൂപത്തിലാണ് പ്രതികരിക്കുന്ന ചിലർ. അത് സത്യമാണോ? അതിനുശേഷം നടന്നല്ലോ ആക്രമണം. അത് നല്ല ക്രിസ്ത്യാനിയല്ല എന്നുകൊണ്ടാണോ? അത് പെന്തക്കോസ്തുകാരാണ് എന്നതുകൊണ്ടാണോ? അതിൽ പ്രതികരിക്കേണ്ടതില്ല. അപ്പോൾ ഇതിലൊക്കെ തന്നെയും ഓരോ വിഭാഗമുണ്ടെന്നേ. ഇപ്പോൾ ഹിന്ദുക്കളിൽ നായർ തീയർ എന്ന രൂപത്തിൽ കാണുന്നുണ്ടോ എന്ന് സംശയം ചോദിക്കുന്ന പോലെ സഭാ നേതൃത്വവും ഞങ്ങളിൽ എലീറ്റ് ആരാണ്, താഴെക്കിടയിൽ നിൽക്കുന്നവരാരാണ്, ഞങ്ങൾ ആർക്കു വേണ്ടി ശബ്ദിക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ശബ്ദിക്കുമ്പോൾ അവിടെ അടികൊള്ളുന്നവർ അടികൊണ്ടുകൊണ്ടേയിരിക്കും. അതിൽ ഈ പറയുന്ന സിറോ മലബാർ സഭയാണോ നോക്കിയിട്ടല്ല ബജറംഗ് ദൾ അടിക്കുക. അടി ഇനിയും വരുമ്പോൾ വീണ്ടും പോയി പരിഹരിച്ച് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ കഴിയുമോ? യഥാർത്ഥത്തിൽ കന്യാസ്ത്രീകളെ ആക്രമിച്ചു തന്നെയാണോ സഭയുടെ പ്രശ്നം? അതല്ല പ്രശ്നം. കേസുകളാണ് പ്രശ്നം. ഇവിടെ മൂടി വെക്കപ്പെട്ട ഒരു കേസുണ്ടല്ലോ, നേരത്തെ ഒരു അന്വേഷണം കേന്ദ്ര സംഘം എത്തിയ ഒരു കേസുണ്ടല്ലോ, അതെന്തായി? ഓർഗനൈസറിൽ വന്ന ലേഖനമുണ്ടല്ലോ, ആ ലേഖനത്തിന് ശേഷം പിന്നീട് അത് പിൻവലിക്കുന്നു. എങ്ങനെ പിൻവലിക്കുന്നു? കേരളത്തിൽ നിന്നും ഇവിടെ ക്രിസ്ത്യൻ വോട്ട് കൂടി കിട്ടിയാലേ കാര്യങ്ങൾ ശരിയാകൂ എന്നുള്ള കാര്യം അവിടെ പറയുമ്പോൾ പിന്നീട് ആ ലേഖനം പിൻവലിക്കുന്നു. പക്ഷേ അതിനിടയ്ക്ക് തന്നെ ഇവിടെ സഭാ സ്വത്തുക്കൾ സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കൊക്കെ അവിടെ അമിത്ഷായുടെ കയ്യിലുണ്ടെന്നേ. ആ സഭാ സ്വത്തുക്കൾ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഒരുപാട് സ്ഥലങ്ങൾ, ഈ സ്ഥലമൊക്കെ തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കിട്ടിയിട്ടുള്ളതാണ്. അതിലൊക്കെ തന്നെയും ഈ പറഞ്ഞ മാതിരി മുസ്ലിങ്ങളുടെ സ്വത്ത് പരിശോധിക്കുന്നത് പോലെ ഒരു പരിശോധനയിലേക്ക് കടക്കുമെന്നുള്ള സൂചന ഇതിനകം നൽകിയിട്ടുണ്ട്. അതങ്ങനെ നടക്കാതിരിക്കുന്നെങ്കിൽ എന്ത് വേണം? ഞങ്ങളിതാ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ ഒപ്പമുണ്ട് എന്ന രാഷ്ട്രീയമായ നിലപാടെടുക്കണം. അങ്ങനെ ഒരു മിതത്വം ചില ഘട്ടങ്ങളിൽ എടുക്കാനും ചില ഘട്ടങ്ങളിൽ അതിരൂക്ഷമായി പ്രതികരിക്കാനും ഒക്കെ ചിലർക്കറിയാം. അത് മുമ്പ് നികൃഷ്ടജീവി എന്ന് പിണറായി വിജയൻ പറഞ്ഞതും ഓരോ സാഹചര്യത്തിലാണ്. അന്ന് മത്തായി ചാക്കോ അന്ത്യകൂദാശ സ്വീകരിച്ചു എന്ന് പറയും. മത്തായി ചാക്കോ ഒരു നിരീശ്വരവാദിയായിട്ടാണ് ജീവിതാന്ത്യം വരെ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അന്ത്യകൂദാശ സ്വീകരിച്ചു എന്ന പ്രതികരണം ഒരു സഭാപിതാവ് നടത്തിയപ്പോഴാണ് സഭാപിതാവിൻ്റെ പേര് പറയാതെ ആ വിമർശനം പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. അത് പിണറായി വിജയൻ അത്തരം വിമർശനങ്ങൾ നടത്തിയിട്ടുള്ളത് സഭയുമായി ബന്ധപ്പെട്ട് മാത്രമല്ലല്ലോ. അതിനു മുമ്പ് വേറെയും ബോഡി വേസ്റ്റ് എന്നുള്ള പ്രതികരണം നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ശക്തമായ പ്രതികരണം ചില ഘട്ടങ്ങളിൽ വേണ്ടി വരും. ആ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രതികരിക്കുന്നവരും എന്ന രൂപത്തിൽ അതിനെ കാണണം. ഇപ്പോൾ അത് പാമ്പ്ലാനിക്കെതിരെയാണ്. പാമ്പ്ലാനിക്ക് ജയ് വിളിക്കുന്നവർ കൂടിയാൽ അവർക്കെതിരെയും ആ വിമർശനം ഉന്നയിക്കും. ഇനി രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ CPM കിട്ടുന്ന വോട്ടാണോ എന്ന് ചോദിച്ചാൽ CPM കിട്ടുന്ന വോട്ടല്ല. അതൊരു വിഷയം അവിടെ നിൽക്കുന്നു. CPM സംബന്ധിച്ച് ഇപ്പോൾ കേരള കോൺഗ്രസ് എം അവിടെയുണ്ട്. കേരള കോൺഗ്രസ് എം വിശ്വാസികളുടെ നിലപാടും സഭാ നേതൃത്വത്തിൻ്റെ നിലപാടും ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല. വിശ്വാസികൾ എടുക്കുന്ന നിലപാട് അതിനെ സ്വാധീനിക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് ഇപ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ ആ വോട്ട് ഇടതുപക്ഷത്തിലുള്ള വോട്ടാണ്. അതുകൊണ്ട് അതിൽ ഭയക്കേണ്ടതില്ല. ഈ നിലപാടിൽ ഒരു ക്ലാരിറ്റി CPM ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പാമ്പ്ലാനി പിതാവിനെതിരാണ്, പാമ്പ്ലാനി പിതാവിനെ അനുകൂലിക്കുന്നവർക്കെതിരെയാണ്. നമുക്ക് ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഷോർട്ട് ബ്രേക്ക്. ഉന്നം പാമ്പ്ലാനി മാത്രമോ എന്നാണ് ചോദ്യം. ജിമ്മി, CPMൻ്റെ ഉന്നം പാമ്പ്ലാനി മാത്രമോ എന്ന ചോദ്യത്തിന് ഒരു മാസത്തെ പഴയ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. മുസ്ലിങ്ങൾ പെറ്റുകൂട്ടും, കേരളം അവർ സ്വന്തമാക്കും എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ, ശ്രീനാരായണ ധർമ്മപരിപാലന സംഘത്തിൻ്റെ SNDP യോഗത്തിൻ്റെ നേതാവാണ്. അദ്ദേഹത്തിനെതിരെ പേര് പോലും പറയാതെ ഒരു ഒഴുക്കൻ പ്രസ്താവന നടത്തിയ പാർട്ടിയുടെ പേരാണ് CPIM. എന്തുകൊണ്ടാണ് CPIM പാമ്പ്ലാനിക്കെതിരെ അതേ വിഷയമാണ്, BJPയുടെ വർഗീയതയുടെ കൂട്ടുപിടിക്കുന്നു, അവസരവാദിയാണ്, ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? എന്താണ് CPMൻ്റെ പ്ലാൻ? അപ്പോഴാണല്ലോ ഉന്നം പാമ്പ്ലാനി മാത്രമോ എന്ന ചോദ്യത്തിന് പ്രസക്തി കൂടുക. ഹിന്ദു വോട്ടുകൾ കയ്യിൽ നിന്ന് ചോരാതിരിക്കാൻ, പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ കയ്യിൽ നിന്ന് ചോരാതിരിക്കാൻ വെള്ളാപ്പള്ളി നടേശനെ തൊടാൻ പറ്റില്ല. CPM തൊടുകയുമില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇനി ഇതിൻ്റെ അപ്പുറം എന്ത് പറഞ്ഞാലും, നമ്മളിതിനപ്പുറവും പറയുന്നത് കേട്ടിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ജീവിക്കാനാകുമോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. CPM തൊടില്ല. ഇനി കത്തോലിക്ക സഭയിലേക്കും ക്രൈസ്തവ സഭകളിലേക്കും വന്നാൽ ഒരു പ്രധാനപ്പെട്ട അവസരം ഇലക്ഷൻ 8 മാസം മുമ്പ് വീണ് കിട്ടുകയാണ്. കേരളത്തിന് പുറത്ത് 2 സ്ഥലങ്ങൾ. ആദ്യത്തെ സ്ഥലത്താണ് വലിയ വിവാദമുണ്ടായത്. അവിടെ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. അത് രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും ഏറ്റെടുക്കുന്നു. BJP വളരെ പെട്ടെന്ന് ഡിഫെൻസീവായി പോകുന്നു. അവരാളെ വിടുന്നു. അത് വീണ്ടും കുളവാകുന്നു. അങ്ങനെ 4-5 ദിവസം കേരളത്തിൽ BJPക്കെതിരെ കേരളത്തിലെ ക്രൈസ്തവർ മുഴുവൻ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്. ആ പ്രശ്നം കഴിയുമ്പോഴേക്കും പാമ്പ്ലാനി BJPക്ക് നന്ദി പറഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. പക്ഷേ പാമ്പ്ലാനി മാത്രമാണോ BJPക്ക് നന്ദി പറഞ്ഞത്? പാമ്പ്ലാനി ഈ വിഷയം തുടങ്ങുമ്പോൾ തന്നെ മാർ ജോസഫ് പാമ്പ്ലാനിക്ക് പുറമെ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്, അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയാണ്? വളരെ സൂക്ഷിച്ചായിരുന്നു. ഈ മാർ ജോസഫ് കല്ലറങ്ങാടിൻ്റെ പ്രത്യേകത ലവ് ജിഹാദിനോടൊപ്പം നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്.
അദ്ദേഹവും BJP ഈ വിഷയത്തിൽ പറയുമ്പോൾ വളരെ സൂക്ഷിച്ചായിരുന്നു പ്രതികരണം. KCBC മാത്രമാണ് കുറച്ചുകൂടെ വ്യക്തമായും ശക്തമായും ഒരു പ്രസ്താവന ഇറക്കിയത്. അതിനകത്തും BJP എന്ന വാക്കുണ്ടായിരുന്നില്ല, പക്ഷേ ബജ്രംഗ് ദൾ എന്ന പ്രയോഗമുണ്ടെന്ന് വളരെ ഷാർപ്പായിരുന്നു. എന്ന് വെച്ചാൽ കേരളത്തിലെ കത്തോലിക്ക സഭയിലെ ആളുകളെല്ലാം വളരെ സൂക്ഷിച്ച് തന്നെയാണ് ദിവസങ്ങൾ പ്രതികരണം ഉണ്ടായിരുന്നത്. പക്ഷേ കത്തോലിക്ക വിശ്വാസികൾ, ക്രൈസ്തവ വിശ്വാസികൾ തെരുവിറങ്ങുകയും വളരെ വലിയ ബഹളമുണ്ടാക്കുകയും ചെയ്ത കാര്യവും നമുക്കറിയാം. അപ്പോൾ ബിഷപ്പ്മാരെല്ലാം വളരെ സൂക്ഷിച്ചാണ് നിന്നത്. പാംബ്ലാനി ഒരു പടി കൂടി കടന്ന് എന്താണ് പറഞ്ഞത്? ഇത് കഴിഞ്ഞപ്പോൾ BJPക്ക് നന്ദി പറഞ്ഞു. പാംബ്ലാനിയെ വിമർശിക്കണോ നിങ്ങൾക്ക് വിമർശിക്കാം, കത്തോലിക്ക സഭയ്ക്ക് ഒരു മറുവാദവുമുണ്ട്, ഈ വിഷയം എങ്ങനെയെങ്കിലും തീർക്കുകയാണ് ഞങ്ങളുടെ ആവശ്യം, നിങ്ങൾക്ക് വോട്ടായിരിക്കും. അത് വളരെ ശരിയായി പറഞ്ഞാണ്. കോൺഗ്രസിനായാലും BJPക്കായാലും കോൺഗ്രസിനായാലും വോട്ട് തന്നെയാണ്. ഞങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കണം, വടക്കേ ഇന്ത്യയിലുള്ള ക്രൈസ്തവർക്ക് ഇനിയും പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ ഒരു നന്ദിയൊക്കെ പറഞ്ഞെന്നൊക്കെ ഇരിക്കും. അതിനും ഒരു യുക്തിയുണ്ട്. പക്ഷേ നമ്മുടെ വിഷയം ഇന്ന് എന്തുകൊണ്ട് പാംബ്ലാനി എന്നുള്ളതാണല്ലോ. പാംബ്ലാനിയെ ചുറ്റി എന്തായാലും ക്രിസ്ത്യൻ വോട്ടുകൾ കേരളത്തിൽ ഒന്നെങ്കിൽ കോൺഗ്രസിനാണ്, അത് BJPയിലേക്ക് ചരിഞ്ഞാലും CPMന് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ പാംബ്ലാനി BJP അനുകൂല നിലപാടെടുക്കുന്ന ആളാണെന്ന് തോന്നുന്നു. പാംബ്ലാനി മുമ്പും പറഞ്ഞിട്ടുണ്ട്, റബ്ബറിന് 300 രൂപ കിട്ടിയാൽ ഞങ്ങൾ വേണമെങ്കിൽ BJPക്കും വോട്ട് ചെയ്യാം. 3 മാസം മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ്, ഞങ്ങൾ വേണമെങ്കിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും ഇങ്ങനെ പോയാൽ. ഇതെല്ലാം പറഞ്ഞ പാംബ്ലാനി. പക്ഷേ ഇപ്പോൾ പാംബ്ലാനിയെ അടിക്കാനുള്ളൊരു വടി കിട്ടിയിരിക്കുന്നത് കേരളത്തിൽ വളരെ ആക്റ്റീവായി കത്തോലിക്ക സഭയിലെ വിശ്വാസികൾ BJPക്ക് ഒപ്പമല്ല എന്ന് മനസ്സിലായ ഒരു സാഹചര്യത്തിൽ കൂടി പാംബ്ലാനിയെ ആക്രമിക്കാൻ CPM തീരുമാനിക്കുന്നു. വളരെ വ്യക്തമായി ആദ്യം AK ബാലൻ, അത് കഴിഞ്ഞ് DYFI, അത് കഴിഞ്ഞ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ടിറങ്ങി അവസരവാദി അടക്കമുള്ള മുഴുവൻ പ്രയോഗങ്ങളും ഉന്നയിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു വീക്ഷണം. ഈ ഉലകം ചുറ്റും വാലിബനിൽ കണ്ടതെല്ലാം പോയി ഇനി നിജം എന്ന് പറയുന്നൊരു ഡയലോഗാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കഥയ്ക്കാസ്ഥാനം. 4 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ സിനഡ് തുടങ്ങാൻ പോവുകയാണ്. കത്തോലിക്ക സഭയുടെ സിനഡ്. കത്തോലിക്ക സഭയുടെ സിനഡും ഈ പാംബ്ലാനിക്കെതിരായ ആക്രമണവും തമ്മിൽ ഒരു ബന്ധമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എനിക്ക് അതിന് പ്രത്യേക തെളിവുകളൊന്നുമില്ല. പക്ഷേ കേരളത്തിൽ കത്തോലിക്ക സഭ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പറയാം, 3 വിഭാഗങ്ങളാണെന്ന് അറിയാമല്ലോ. എങ്കിൽ ഒന്നുകൂടെ പറയുകയാണ്. സീറോ മലബാറുണ്ട്, മലങ്കരയുണ്ട്, അതുപോലെ തന്നെ ലത്തീനുണ്ട്. അതിൽ മലബാർ സഭയെക്കുറിച്ചാണ് നമ്മൾ ഈ കത്തോലിക്ക സഭ എന്ന് പ്രധാനമായും പറയുക. അത് ആ സീറോ മലബാർ കത്തോലിക്ക സഭയുടെ സിനഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തർക്കം നടക്കാൻ പോവുകയാണ്. അത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാനയെ സംബന്ധിച്ച വളരെ വലിയ തർക്കമാണ്. ഈ ഏകീകൃത കുർബാന വിഷയത്തിലും അതിനു മുമ്പ് അവിടെ തന്നെയുള്ള സഭയുടെ 90 കോടിയുടെ സ്വത്ത് സംബന്ധിച്ച വിഷയത്തിലും കേരളത്തിലെ സർക്കാർ ഔദ്യോഗിക സഭയുടെ കൂടെയായിരുന്നു. അവിടെ നിന്ന് ഒരു കൊട്ടാര വിപ്ലവം പോലെ ആ ബിഷപ്പ് പുറത്തു പോവുകയും മാർ ജോർജ് ആലഞ്ചേരി പുറത്തു പോവുകയും പുതിയ നേതൃത്വം വരികയും അവർ ഏകീകൃത കുർബാന എന്ന് പറയുന്ന സ്ഥാനത്തെ ഒരു കോംപ്രമൈസിൽ എത്തുകയും ചെയ്തതിനെതിരെയുള്ള വളരെ വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മാർ പാംബ്ലാനിയാണ് ഈ കോംപ്രമൈസിൻ്റെ ആൾ. വത്തിക്കാനിൽ നിന്ന് വന്ന ഫോർമുലയെ മാർ പാംബ്ലാനി അട്ടിമറിച്ചെന്നും അതുകൊണ്ട് പാംബ്ലാനിക്കെതിരെ നിലപാടെടുക്കുമെന്നും പറഞ്ഞ് ഒരു വിഭാഗം വളരെ സജീവമായി രംഗത്തുണ്ട്. നമ്മൾ ഈ വിഷയം ഇതിനു മുമ്പ് സംസാരിക്കുമ്പോൾ ഞാനിത് ഉന്നയിച്ചിരുന്നു ഒരു പ്രാവശ്യം. കാരണം വളരെ പെട്ടെന്ന് പാംബ്ലാനിക്കെതിരെ ഉന്നം വെച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട രൂപതയുടെ ബിഷപ്പ് പോളി കണ്ണൂർക്കാടൻ രംഗത്തെത്തുകയാണ്. ഇതിനു മുമ്പ് കേരളത്തിൽ പലതവണ സ്റ്റാൻ സ്വാമി ആക്രമിച്ചപ്പോഴടക്കം കേരളത്തിൽ പലയിടത്തും കത്തോലിക്ക സഭയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായപ്പോൾ ഒരു പ്രതികരണം പോലും ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇരിങ്ങാലക്കുട. അവിടെ നിന്ന് പെട്ടെന്ന് പാംബ്ലാനിക്കെതിരെ വരികയാണ്. പാംബ്ലാനിക്കെതിരെ ഒരു കോർണേഡ് അറ്റാക്ക് ഉണ്ട്. 2 മാസം മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ അൽമായ പ്രതികരണ വേദിയും മറ്റും പ്രശ്നമുണ്ടാക്കുമ്പോൾ സർക്കാരിൻ്റെ പിന്തുണ ഔദ്യോഗിക നേതൃത്വത്തിനൊപ്പമായിരുന്നു ഇവരെ പുറത്താക്കാനുള്ള ശ്രമം നടന്നത്. ഈ പാംബ്ലാനിയും ഈ അനൗദ്യോഗിക വിഭാഗവും തമ്മിലുള്ള ബന്ധം, ഈ ഏകീകൃത കുർബാനയെ വെള്ളം ചേർത്തുന്നുള്ള ആരോപണം, ഇതെല്ലാം പാംബ്ലാനിയെ സഭയ്ക്കുള്ളിലെ ഔദ്യോഗിക പക്ഷത്തിൻ്റെ അനഭിബദ്ധനമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അടുത്ത ദിവസം സിനഡ് തുടങ്ങാൻ പോകുന്നത്. ഈ സിനഡിൽ മാർ പാംബ്ലാനിക്കെതിരെ വളരെ വലിയ ഒരു കോൺസെൻട്രേറ്റഡ് മൂവ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ആ സമയത്താണ് CPMൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പ്രതികരണം വരുന്നത്. ചിലപ്പോൾ യാദർച്ഛികമാകാം, പക്ഷേ മാർ പാംബ്ലാനിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതിൽ എനിക്ക് 2 സംശയങ്ങളുണ്ട്. ഒന്ന്, എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ സംസാരിക്കാതിരുന്നത്? അതെനിക്കൊരു സംശയം. അതിൻ്റെ കാരണം ഈഴവ വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും തമ്മിലുള്ള വ്യത്യാസമാണ്. പക്ഷേ മാർ പാംബ്ലാനി മാത്രമല്ല ഈ കാര്യത്തിൽ വളരെ സോഫ്റ്റായി സംസാരിച്ച ഒരുപാട് ബിഷപ്പ്മാരുണ്ട്. ആ ബിഷപ്പ്മാരൊന്നുമില്ലാതെ പാംബ്ലാനിയെ കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞതിൽ എനിക്കൊരു സംശയമുണ്ട്. സിനഡിൽ ഒരു വലിയ ഒരു കാർമേഘം ഉരുണ്ടുകൂടുന്നുണ്ട്. ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വേറൊരു നീക്കമാണോ നടക്കുന്നത്? പ്രത്യേകിച്ച് കേരള സർക്കാർ ഈ വിഷയത്തിൽ സഭയുടെ ഔദ്യോഗിക പക്ഷത്തിൻ്റെ ഒപ്പമായിരുന്നു. മാർ പാംബ്ലാനി ഔദ്യോഗിക പക്ഷത്തിനൊപ്പമല്ല.
അതാണോ ഇതിൻ്റെ പിന്നിലെന്ന് എനിക്ക് ന്യായമായും സംശയമുണ്ട്. റൈറ്റ്. നമുക്ക് ആൻഡ്രോയസിലേക്ക് വന്നാൽ ഇപ്പോൾ പാമ്പ്ലാനി പിതാവിനെ മാത്രമാണോ ഉന്നം വയ്ക്കുന്നത്? അതല്ല, ഈ കത്തോലിക്ക സഭയിൽ തന്നെ ഒരു ഗൂഢാലോചന, രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നുണ്ട്, ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിനുള്ള അവസരമായി ഉപയോഗിക്കുന്നുണ്ടോ? വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു നീക്കം നടക്കുന്നുണ്ടോ? അത് മനസ്സിലാക്കി CPM നേതൃത്വത്തിൻ്റെ പ്രതികരണമാണോ പാമ്പ്ലാനി പിതാവിനെതിരെ ഇപ്പോൾ ഉയരുന്നത്? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ മതാടിസ്ഥാനത്തിൽ വോട്ട് ശേഖരിക്കാനുള്ള തിരക്കായ ഓട്ടത്തിലാണ്. ഇപ്പോൾ BJP ഇത്രയും നാളും പണിയെടുത്തുകൊണ്ടിരുന്ന ക്രിസ്ത്യൻ സമുദായത്തെ എങ്ങനെ കൂടെ നിർത്താം എന്നുള്ളതാണ്. അതിന് മുൻപ് അവർ നോക്കിയത് ഈഴവ സമുദായത്തെ എങ്ങനെ കൂടെ നിർത്താം എന്നുണ്ടാക്കി ഒരു പാർട്ടി വരെ ഉണ്ടാക്കി, BDHS എന്ന് പറഞ്ഞൊരു പാർട്ടി വരെ ഉണ്ടാക്കി എന്നുള്ളതാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ലെവലിലേക്ക് ഒരു മതാടിസ്ഥാനത്തിൽ വോട്ട് ശേഖരിച്ച് പോകുന്നത് കണ്ടിട്ടില്ല എന്ന് ചോദിച്ചാൽ വേണം ഈഴവ സമുദായത്തെ കാര്യം പറയാം. പക്ഷേ ഈഴവ സമുദായം എന്ന് പറയുന്നത് CPM-ൻ്റെ ഒരു വോട്ട് ബാങ്കായി പ്രവർത്തിക്കുന്ന ഒരു മതവിഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം എന്താണ്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വോട്ട് ബാങ്കാണ് സത്യം പറഞ്ഞാൽ ക്രിസ്ത്യൻ സമുദായം എന്ന് വേണമെങ്കിൽ പറയാം. ടോട്ടൽ വോട്ട് ബാങ്ക് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ബഹുഭൂരിപക്ഷം വോട്ടുകളും ആർക്ക് കിട്ടുന്നതാണ്? കോൺഗ്രസിന് കിട്ടുന്നതാണ്. കഴിഞ്ഞ 9 വർഷമായി കേരളത്തിലെ കോൺഗ്രസിന് അധികാരമില്ല. അതിൻ്റെ ഭവിഷ്യത്ത് എല്ലാം സത്യം പറഞ്ഞാൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പ്രധാന നേതാക്കന്മാരെല്ലാവരും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഏത് കാലം മുഖ്യമന്ത്രിമാർ വരെ ഉണ്ട്, അത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഭാഗത്താണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ ക്രിസ്ത്യൻ സമുദായം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ നേതാക്കന്മാർക്കും കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കേരളത്തിൽ രൂപീകരിച്ചിട്ടുള്ളതാണ് സത്യം. ആ സത്യത്തിനെ നമ്മൾ എത്ര കണ്ണടച്ച് ഇരുട്ടാക്കിയാലും ഇരുട്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അടുത്ത കാലത്തെ എല്ലാം നമ്മൾ പണ്ട് മദ്യനിരോധനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ആരാണ്? ക്രിസ്ത്യൻ സഭയാണ്. ഇപ്പോൾ 350-400 ബാറുണ്ടായിട്ട് ക്രിസ്ത്യൻ സഭയ്ക്ക് എന്തെങ്കിലും മിണ്ടാനുണ്ടോ? കാരണം എന്താണ്? ക്രിസ്ത്യൻ സഭ പറഞ്ഞാൽ കേൾക്കുന്ന സംവിധാനം ഭരണത്തിലുണ്ടെങ്കിൽ അവർ മിണ്ടും, ഇല്ലെങ്കിൽ മിണ്ടില്ല എന്നുള്ളൊരു നിലപാടാണ് പണ്ടും സഭ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇപ്പോൾ കേരളത്തിൽ ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു സംവിധാനത്തെ എത്രയും വേഗം കൊണ്ടുവരുന്ന ഒരു മൈൻഡ് സെറ്റ് 80% വരുന്നില്ല. അതിൽ കൂടുതൽ വരുന്ന ക്രിസ്ത്യൻ സമുദായത്തിലെ പ്രധാനപ്പെട്ട ആത്മീയ ആചാര്യന്മാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും ഉണ്ട്. അതിനടിസ്ഥാനത്തിലുള്ളൊരു മൂവ്മെൻറ്റ് സത്യം പറഞ്ഞാൽ ക്രിസ്ത്യൻ സഭയ്ക്ക് ഉള്ളിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. പക്ഷേ അങ്ങനെ നോക്കിയാൽ അത് ഓപ്പണായിട്ട് മതനേതാക്കന്മാരും അച്ഛന്മാരും എല്ലാവരും വന്ന് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എന്താണ്, ഉള്ളിൽ കൂടെ ആ പണികളെല്ലാം നല്ല രീതിയിൽ എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് മനസ്സിലാക്കേണ്ട പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. ആ ഒരു വഴി വെട്ടിയതിൻ്റെ ഭാഗത്ത് കൂടെ തന്നെ വണ്ടി ഓടിക്കണമെന്ന് CPM വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? CPM അതിനൊരു വഴി ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ പാമ്പ്ലാനി പിതാവിനെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ, പാമ്പ്ലാനി പിതാവിനെതിരെ സംബന്ധിച്ച് കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളുടെ ഒരു സ്ട്രക്ചർ അനുസരിച്ചിട്ട് ഒരു പിതാവിനെതിരെ പറഞ്ഞാൽ അത് ഏത് പിതാവായിക്കോട്ടെ, അത് ടോട്ടൽ ക്രിസ്ത്യൻ സമുദായത്തിനെതിരായിട്ടേ അത് ട്രീറ്റ് ചെയ്യപ്പെടുള്ളൂ. അത് നിങ്ങൾ ഏതിപ്പം സാധാരണ ഏത് ബിഷപ്പിനെതിരെ നിങ്ങൾ താമരശ്ശേരി ബിഷപ്പിനെതിരെ പറഞ്ഞ നീർഷി പരാമർശം ഉണ്ടായപ്പോഴും അത് ക്രിസ്ത്യൻ സമുദായത്തിനെതിരായിട്ട് തന്നെയാണ് അതിനെ ട്രീറ്റ് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ പാമ്പ്ലാനി പിതാവിനെതിരെ പരാമർശം ഉണ്ടായാലും അത് ക്രിസ്ത്യൻ സമുദായത്തിനെതിരായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. അവിടെ നിങ്ങൾ പറഞ്ഞ പോലെ ലത്തീൻ, മലങ്കര, റോമൻ കത്തോലിക്ക എന്ന് പറഞ്ഞ ശൈലിയൊന്നും വരാറില്ല. പൊതുവായി വരുന്ന എന്താ? ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ നമ്മൾ ഇവിടെ വിഴിഞ്ഞതല്ല, നമ്മുടെ സ്ഥലത്തിൻ്റെ പ്രശ്നം വന്നല്ലോ എറണാകുളത്ത്, മുനമ്പം പ്രശ്നം ഉണ്ടായപ്പോൾ ലത്തീൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കൂടുതലുണ്ടായിരുന്നത്. അവിടെ ക്രിസ്ത്യൻ സമുദായം എന്ന് തന്നെയാണ് പറഞ്ഞ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ നമ്മൾ CPM മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു നേതാവിനെ കുറിച്ച് പറയുന്നത് പോലെയല്ല ഒരു മത പുരോഹിതനെക്കുറിച്ച്, ക്രിസ്ത്യൻ മത പുരോഹിതനെക്കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന് ചോദിച്ചാൽ പാടില്ല എന്നുള്ളതല്ല. പക്ഷേ അത് ട്രീറ്റ് ചെയ്യപ്പെടുക കേരളത്തിലെ മൊത്തം ക്രിസ്ത്യാനികളുടെ നേതാവിനെതിരെ പറഞ്ഞു എന്നുള്ളത്, അതാണ് ഒരു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു തിരിച്ചടി ഈ പറയുന്ന CPM-ന് വന്നുകൊണ്ടിരിക്കും. അത് പണ്ട് കാലത്തും വന്നിട്ടുണ്ട്, അതിന് മുൻപ് വന്നിട്ടുണ്ട്, അതിന് ശേഷവും വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ ഈ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത്, പഞ്ചായത്ത് ഇലക്ഷൻ്റെ അറ്റത്ത് പോയി നിൽക്കുന്ന സമയത്ത്, നിയമസഭാ ഇലക്ഷന് 5, 6, 7 മാസങ്ങൾ മാത്രമുള്ള സമയത്ത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണോ? അങ്ങനെ ഉണ്ടാക്കിയാൽ അതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് ഇപ്പുറം കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് ദോഷമായി CPM-നെ ബാധിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ ബാധിക്കുമെന്ന് പറയാം. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യാനി ബേസ്ഡുള്ള ഒരു പാർട്ടി CPM-ൻ്റെ കൂടെ അടുത്ത കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ കിട്ടിയത് എങ്ങനെയാണ്? ജോസ് കെ മാണി CPM-ൽ വന്നതിന് മുൻപാണ്. അതിന് ശേഷം അതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നില്ല. ആകെ PJ ജോസഫിന് ശേഷം വന്നാൽ ഒരു ക്രിസ്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി CPM-ൻ്റെ കൂടെ ഇല്ല. അങ്ങനെ ഒരു സംവിധാനം അല്ല കേരളത്തിലെ CPM-ൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. വെൽക്കം ബാക്ക്. ഉന്നം പാമ്പ്ലാനി മാത്രമാണോ എന്നാണ് ചോദ്യം. സുജയ.
പറഞ്ഞത് പാമ്പ്ലാനി പിതാവിനെ കുറിച്ചാണെങ്കിലും തലശ്ശേരി അതിരൂപത മറുപടി പറഞ്ഞതോടുകൂടി അത് എം വി ഗോവിന്ദൻ ഉദ്ദേശിച്ചത് പാമ്പ്ലാനി പിതാവിനെയാണ് എന്ന് അദ്ദേഹം വാദത്തിന് വേണ്ടി പറഞ്ഞാൽ പോലും അത് മൊത്തത്തിൽ സഭയ്ക്കിട്ട് വന്ന് കൊണ്ടിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. കാരണം ഇത് ആദ്യമായിട്ടല്ലല്ലോ സഭയ്ക്കെതിരെ CPIM പറയുന്നത്. ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറിയുമല്ല എം വി ഗോവിന്ദൻ സഭയ്ക്കെതിരെ പറയുന്നതിൽ. ഇവിടെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്ന വിഷയത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പാണ് മാർ ജോസഫ് പാമ്പ്ലാനി. അദ്ദേഹത്തെ പറയുമ്പോൾ ആ അതിരൂപതയ്ക്ക് മുഴുവനായി അത് കൊള്ളും എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരുന്നു എം വി ഗോവിന്ദൻ എന്നതാണ്. കാരണം DYFI പറഞ്ഞതൊക്കെ അവരങ്ങ് വിട്ടതാണ്. VK സനോജ് പറയുന്നത് പോലെയല്ലല്ലോ എം വി ഗോവിന്ദൻ പറയുന്നത്. അത് തന്നെയാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒടുവിൽ ഈ തളിപ്പറമ്പിലെ പ്രസംഗത്തിൽ മാർ ജോസഫ് പാമ്പ്ലാനി തികഞ്ഞ അവസരവാദി എന്ന് പറയുകയാണ്. ഈ പറയുന്ന CPIM ഒട്ടും അവസരവാദി അല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല, അവസരവാദപരമായ നിലപാടെടുക്കാത്തത് കൊണ്ടും കുഴപ്പമില്ല. മാർ ജോസഫ് പാമ്പ്ലാനി മാത്രമാണ് അവസരവാദി എന്ന രീതിയിൽ അതിനെ വരുത്തി തീർക്കാനായിട്ട് ശ്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് തലശ്ശേരി അതിരൂപതയ്ക്ക് പറയേണ്ടി വന്നത് സ്വന്തം സ്വഭാവ വൈകല്യത്തെ മറ്റുള്ളവരെ വിലയിരുത്താനുള്ള അളവുകോലായി ഉപയോഗിക്കരുത് എന്ന്. അതോടൊപ്പം തന്നെ ചോദിക്കുന്നുണ്ട് എം വി ഗോവിന്ദൻ ഏതെങ്കിലും പ്രസ്താവനയിൽ ഒരാഴ്ച ഉറച്ചു നിന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ചോദിച്ചു വാങ്ങിയ പ്രഹരങ്ങൾ എന്ന് നമുക്കിതിന് തലക്കെട്ടിടാമെന്ന് തോന്നുന്നു. കാരണം അങ്ങോട്ട് പോയി ചൊറിഞ്ഞതിന് തിരിച്ചു കിട്ടിയതാണ്. മാത്രമല്ല AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയിട്ടാണോ പാമ്പ്ലാനി പ്രവർത്തിക്കേണ്ടതെന്നല്ല മെത്രാൻമാർ പ്രവർത്തിക്കേണ്ടത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ തലശ്ശേരി അതിരൂപത എന്ന് പറയുന്നത് അതിന് കീഴിലാണ് മാനന്തവാടി, തലശ്ശേരി, താമരശ്ശേരി, ബെൽത്തങ്ങാടി, ഭദ്രാവതി ഈ രൂപതകളെല്ലാം സാമന്ത രൂപതകളെല്ലാം വരുന്നു. അതിൻ്റെ എല്ലാം കൂടി അതിരൂപതയാണ്. അപ്പോൾ ആ അതിരൂപതയുടെ ഒരു പ്രസ്താവന തന്നെ ഔദ്യോഗികമായിട്ട് വന്നിരിക്കുകയാണ്. മാത്രമല്ല കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിലാണ് വന്നിട്ട് ഗോവിന്ദചാമിയെ പോലെ സംസാരിക്കരുത്, വീണ്ടും വിചാരമില്ലാത്ത പ്രസ്താവനയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പ്രസ്താവന ഇതുവരെ തലശ്ശേരി അതിരൂപതയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആർച്ച് ബിഷപ്പുമാരോ ആരും തന്നെ തിരുത്തുകയോ അല്ലെങ്കിൽ എം വി ഗോവിന്ദനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവന എന്തിന് നേരത്തെയൊക്കെ പലതവണ മറ്റേ ഛത്തീസ്ഗഡ് വിഷയത്തിൽ കോട്ട് ചെയ്ത നമ്മുടെ ഇവിടുത്തെ രൂപത പോലും ഇരിങ്ങാലക്കുട രൂപത പോലും അല്ലെങ്കിൽ ആ രൂപതയുടെ ബിഷപ്പ് പോലും ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നത് നമ്മൾ കാണുന്ന കാര്യമാണ്. അപ്പോൾ പാമ്പ്ലാനി പിതാവിനെ പറഞ്ഞത് സഭയ്ക്ക് കൊണ്ടിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പല പിതാക്കന്മാരും പറഞ്ഞത് ഇപ്പോൾ നമ്മളെ സഹായിച്ചത് ആരാണോ ആ സഹായിച്ചവരെ ഒന്ന് പേരെടുത്ത് പറയുന്നതില്ല. അതിപ്പോൾ സർക്കാരായാൽ സർക്കാർ എന്ന് പറയും, കേന്ദ്ര സർക്കാരാണെങ്കിൽ കേന്ദ്ര സർക്കാർ എന്ന് പറയും. അപ്പോൾ കേന്ദ്ര സർക്കാർ അമിത്ഷാ എന്നൊക്കെ പറയുമ്പോൾ അതെ ഇത്രയ്ക്ക് പൊള്ളുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം സഭയ്ക്ക് പൊതുവേ ഉണ്ട്. അതുകൊണ്ടാണ് വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്കൊക്കെ പോയപ്പോഴും ജാമ്യം കിട്ടിയതിന് ശേഷം പ്രതിഷേധം വേണ്ട എന്ന് സഭ തീരുമാനിച്ചത്. അപ്പോൾ സഹായിച്ചവരെ നന്ദിയോടെ അനുസ്മരിക്കുക, അത് മാത്രമേ പിതാവും ചെയ്തിട്ടുള്ളൂ എന്നതാണ് സഭയുടെ നിലപാട്. അപ്പോൾ അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് സഭ ആകെ സിറോ മലബാർ സഭ ആകെ എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലാത്ത പക്ഷം CBCയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിതാക്കന്മാരോ വന്ന് ഒരു അഭിപ്രായ പ്രകടനത്തിലേക്ക് തരണം. അപ്പോൾ അങ്ങനെ അഭിപ്രായം ഒന്നും പറയേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കും അവർ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ DYFIയുടെ പ്രസ്താവനകൾ VK സനോജ് കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ ഇന്ന് നടത്തിയ രാഷ്ട്രീയ വിമർശനമാണ്, ധൈര്യമുണ്ടെങ്കിൽ മറുപടി പറയണം, അങ്ങനെയൊക്കെയുള്ള വെല്ലുവിളികളെ ഒന്നും സഭ അത്ര ഗൗരവത്തോടെ എടുക്കില്ല. പക്ഷേ എം വി ഗോവിന്ദൻ അതിനെ എൻഡോഴ്സ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോഴാണ്, കാരണം ഒരു സംസ്ഥാന സെക്രട്ടറി ആണല്ലോ. ഇവിടെ അമിത്ഷായ്ക്കെതിരെ അല്ല BJPക്കെതിരെ പറഞ്ഞു, ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതിയും, അച്ഛന്മാർ കേക്കും കൊണ്ട് സോപ്പിടാൻ പോയി, അങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ വരുമ്പോഴാണ് അതൊരു പ്രകോപനത്തിലേക്ക് പോവുക. ഇവിടെ സഭാ നേതൃത്വത്തിന്റെ പ്രതികരണമായി തന്നെയാണ് ഫാദർ ഫിലിപ്പ് കവീലിന്റെ സ്റ്റേറ്റ്മെന്റിനെ കാണേണ്ടതെന്നാണ് സഭ പൊതുവെ സഭയുടെ പല പിതാക്കന്മാരും പറയുന്നത്. അവരാരും പരസ്യ പ്രതികരണങ്ങൾക്ക് ഇപ്പോൾ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ മൂന്നാം പിണറായി സർക്കാർ വരണോ എന്ന് അവർ ആലോചിക്കണം. പിന്നെ പാർട്ടി സെക്രട്ടറിയെ മുഖ്യമന്ത്രി മറ്റു വിഷയങ്ങളിൽ ശാസിച്ചതും ഈ പ്രസ്താവനയിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ ആഗോളതലത്തിൽ ഈ സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിലുള്ള ഒരു വലിയ ഭിന്നത പോലെയൊന്നും ആയിരുന്നില്ല. കേരളത്തിൽ കുറച്ചുകൂടി ഒരു മൃദു സമീപനത്തിലൂടെയൊക്കെയാണ് സഭ പോയിക്കൊണ്ടിരുന്നത്. പിണറായി സർക്കാരിനെ അങ്ങനെ വലിയ വിമർശനത്തിലേക്ക് 2000-ന് ശേഷം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചില വിഷയങ്ങളിലൊക്കെ വിമർശിക്കും, എന്നാൽ ചിലതിൽ തൊട്ടുതലോടി വിടുകയാണ്. ഇവിടെ കോൺഗ്രസിനൊപ്പം വിമോചന സമരത്തിൽ പങ്കെടുത്തത് കത്തോലിക്ക സഭ ഒരു മുന്നണിയായി തന്നെ പങ്കെടുക്കുകയായിരുന്നു, അന്നത്തെ മുന്നണിയിലുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഏറ്റുമുട്ടിയത് വെച്ച് നോക്കിയാൽ, അന്ന് സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേർക്കുനേർ ഏറ്റുമുട്ടിയത് വെച്ച് നോക്കിയാൽ അങ്ങനെയുള്ള ഏറ്റുമുട്ടലിലേക്കൊന്നും ഈ വിഷയത്തിൽ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അന്നത്തെ പാർട്ടി സെക്രട്ടറി MN ഗോവിന്ദൻ നായർ പറഞ്ഞത് പള്ളിയിലച്ഛൻ്റെയും പിള്ളയച്ഛൻ്റെയും സമരമെന്നാണ്. NSSും സഭയും കൂടി ചേർന്ന് നടത്തിയ സമരത്തെ പള്ളിയിലച്ഛൻ്റെയും പിള്ളയച്ഛൻ്റെയും സമരമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രതികരണത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇവിടെ എം വി ഗോവിന്ദൻ പറഞ്ഞത് ശരിയായില്ല, നമ്മൾക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന രീതിയിൽ പറഞ്ഞതിനെ അങ്ങ് വിടുകയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ EMS വന്നപ്പോഴൊന്നും അങ്ങനെ ഒരു നേർക്കുനേർ ഏറ്റുമുട്ടൽ അന്നത്തെ MNന് ശേഷം പിന്നീട് അങ്ങനെ ഒരു നേർക്കുനേർ ഏറ്റുമുട്ടൽ വരുന്നില്ല. പിന്നെ ഇപ്പോൾ നേരത്തെ സ്മൃതി മാഡം സൂചിപ്പിച്ചല്ലോ, തിരുവമ്പാടി MLA ആയിരുന്ന മത്തായി ചാക്കോയുടെ മരണം, അത് 2000-ന് ശേഷം വന്നിരിക്കുന്ന ആ ഒരു താമരശ്ശേരി മെത്രാന്റെ പ്രസ്താവനയാണ്. കത്തോലിക്ക വിശ്വാസപ്രകാരമുള്ള അന്ത്യകൂദാശ സ്വീകരിച്ചുവെന്ന് മാർ പോൾ ചിറ്റിലപ്പള്ളിയാണെന്ന് പറയുന്നത്. അതിനുശേഷമാണ് അന്ന് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ. അപ്പോൾ MN ഗോവിന്ദൻ നായർ, അത് കഴിഞ്ഞിട്ട് 2000-ന് ശേഷം ഈ മത്തായി ചാക്കോ വിഷയത്തിൽ പിണറായി വിജയൻ അന്ന് പറഞ്ഞത് ഇത്തരം പ്രസ്താവന നടത്തിയവരെ നികൃഷ്ടജീവി എന്ന് വിളിക്കേണ്ടി വരും, കള്ളം പറയില്ല എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു മഹാൻ UDFന് വേണ്ടി പ്രചാരവേല നടത്തുകയാണ്, ഇങ്ങനെയുള്ളവരെ നികൃഷ്ടജീവി എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത് എന്നതാണ് മാർ പോൾ ചിറ്റിലപ്പള്ളിയെ തിരുവമ്പാടിയിൽ മത്തായി ചാക്കോ അനുസ്മരണ വേദിയിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയായ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞത്. അന്ന്
പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്, സഭയുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതും ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അതിനുശേഷം സഭ ചെയ്തത് എന്താണ്? മത്തായി ചാക്കോയുടെ വിവാഹം നടന്നത് പള്ളി വിശ്വാസപ്രകാരമാണ് എന്ന് പറഞ്ഞുള്ള രേഖയൊക്കെ അന്ന് പുറത്തുവിടുകയാണ് ചെയ്തത്. അന്ന് 1992 ഓഗസ്റ്റ് 20 കൊച്ചി തമ്മനം കാരണക്കോടം പള്ളിയിൽ നടന്ന വിവാഹത്തിന്റെ രേഖകൾ പരസ്യമാക്കി അങ്ങനെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണ് സഭ ചെയ്തത്. ഇവിടെ പക്ഷേ അതുപോലെയുള്ള ഒരു പ്രതിരോധം തീർക്കുന്നുണ്ട്. മൂന്നാം ഊഴമൊന്നും നിങ്ങൾക്ക് വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം കൊള്ളേണ്ട ഇടങ്ങളിൽ ചെന്ന് കൊണ്ടിട്ടുണ്ട്. ആ ചർച്ചകൾ ഇപ്പോൾ പാർട്ടി കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട് എന്നതാണ് തിരുവനന്തപുരത്ത് നിന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഇതെല്ലാം മറന്ന നികൃഷ്ടജീവി എല്ലാം അലിയിച്ച് കളഞ്ഞിട്ട് താമരശ്ശേരി ബിഷപ്പിനെ പോയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി ആയ ശേഷമുള്ള പിണറായി വിജയൻ അന്നത്തെ പാർട്ടി സെക്രട്ടറി ലൈനല്ല, എല്ലാ സഭകളുമായും പിതാക്കന്മാരുമായും എല്ലാവരുമായും ഊഷ്മളമായ ഒരു ബന്ധത്തിലൂടെ കൊണ്ടുപോകാനാണ് അദ്ദേഹം നോക്കുന്നത്. ഈ പൗവത്തിൽ പിതാവിന്റെ വെളിപ്പെടുത്തൽ വരുന്നത് 2015 ഒക്ടോബറിലാണ്, മാർ ജോസഫ് പൗവത്തിലിന്റെ. അപ്പോൾ അത് ടി വി തോമസ് മരണാസന്നനായി കിടന്നപ്പോൾ ചെയ്ത പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞു, കുമ്പസാരം നടത്തി. അതാണ് പൗവത്തിൽ പിതാവ് എന്ന് പറഞ്ഞത്. അതും വലിയ രീതിയിൽ ചർച്ചയായി. അദ്ദേഹം സഭയുടെ മാസിക കുടുംബജ്യോതിയിൽ ഒരു ലേഖനമൊക്കെ എഴുതി, അതും ചർച്ചയായി. അതൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. അതിനുശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇത് മാറുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയമാണ്. തെരഞ്ഞെടുപ്പ് എന്നൊരു പരാമർശം അതിരൂപതയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇവിടെ ഉന്നം പാമ്പ്ലാനി മാത്രമായി മാറുന്നില്ല എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ വിലയിരുത്തൽ. ഇവിടെ നിലവിലത്തെ ഉന്നം ബിഷപ്പ് പാമ്പ്ലാനി മാത്രമാണ് എന്നതാണ് എൻ്റെ ടേക്ക്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഷോർട്ട് ബ്രേക്ക്. ഉന്നം പാമ്പ്ലാനി മാത്രമാണോ എന്നാണ് ചോദ്യം. നിലവിൽ ഉന്നം പാമ്പ്ലാനി മാത്രമാണ്. ചരിത്രത്തിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ക്രിസ്തുവിനെ ഒറ്റി ക്രിസ്തുവിനെ കുരിശിലേറ്റാൻ സഹായിച്ച യൂദാസാണ് പിന്നീട് ഉയർത്തെഴുന്നേൽക്കാനുള്ളതിൻ്റെ കാരണം എന്ന് പറഞ്ഞ് യൂദാസിന് നന്ദി പറയുന്നവരെ നിങ്ങൾക്ക് എന്താണ് വിളിക്കാൻ കഴിയുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കുരിശിലേറ്റപ്പെട്ടതുകൊണ്ടാണെന്നും കുരിശിലേറ്റപ്പെടാനുള്ള കാരണം യൂദാസ് ഒറ്റിയതുകൊണ്ടുമാണ്. അതിനുശേഷം യൂദാസിന് നന്ദി പറയുന്ന ഒരു മാനസികാവസ്ഥ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഇത് തിരിച്ചറിയേണ്ടതാണ്. കേരളത്തിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ രാഷ്ട്രീയ വിമർശനങ്ങളെ ഞാൻ കൗതുകത്തോടു കൂടിയാണ് കാണുന്നത്. അതിനെ ആരോഗ്യകരമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു പരിധിവരെ. എന്തുകൊണ്ടെന്നാൽ നാളിതുവരെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ക്രിസ്ത്യൻ സഭകൾ ഇടപെട്ടിരുന്ന രാഷ്ട്രീയമല്ല 2014 ശേഷം കേരളത്തിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കണം. അതുവരെ എന്താണ് നമ്മുടെ മുന്നിലുണ്ടല്ലോ, 2004 പാഴായിപ്പോയൊരു പരീക്ഷണമായിരുന്നു IFDP. ആദ്യം വിജയിച്ചെങ്കിലും പിന്നീട് ഇത് പരാജയപ്പെട്ടു. ക്രിസ്ത്യൻ സഭകളെ, കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്ന ക്രിസ്ത്യൻ സഭകളെ അടർത്തി മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് സംഘടിതമായ രാഷ്ട്രീയമായ രീതിയിലുള്ള ഒരു നീക്കം നടക്കുന്നത് IFDPയിലൂടെ PC തോമസിനെ NDAയിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു. പക്ഷേ അത് 2019 ശേഷം നിലവിലുണ്ടായിരുന്നില്ല. അതിനുശേഷം അത് PJ ജോസഫിലേക്ക് ലയിച്ചു. ഇപ്പോൾ PC തോമസ് PJ ജോസഫിൻ്റെ ഭാഗമാണ്. IFDP എന്ന് പറയുന്ന സംഘടനയില്ല. പിന്നീട് 2015 മറ്റൊരു നീക്കം നടക്കുന്നത് രാഷ്ട്രീയമായിട്ട്. നോബിൾ മാത്യു എന്ന് പറയുന്ന കേരള കോൺഗ്രസിലെ നേതാവ് വന്നിട്ട് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി സ്ഥാപിക്കുന്നു. പിന്നീട് ആ പാർട്ടിയും പച്ചപിടിച്ചില്ല. ആ നേതാവ് BJPയുടെ ന്യൂനപക്ഷ മോർച്ചയിലേക്ക് പോവുകയും അവിടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ഏൽക്കുകയും ചെയ്യുന്നു. പിന്നീട് 2018 നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് പാലാ ബിഷപ്പിൻ്റെ പ്രസ്താവനയൊക്കെ വരുന്ന സാഹചര്യം അല്ലേ. നർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഒക്കെ വരുമ്പോൾ കേരളത്തിൽ കാസ എന്ന് പറയുന്ന ഒരു സംഘടന SDP-ക്ക് സമാനമായ രീതിയിലുള്ള വർഗീയ ലൈൻ സ്വീകരിച്ചുകൊണ്ട് ഉയർന്നു വരുന്നതാണ് കാണുന്നത്. അവിടെ മുതൽ ഇങ്ങോട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ സംഘപരിവാറിനോട് അനുകൂലമുള്ള ഒരു വലിയ സഭ രാഷ്ട്രീയം ഉരുത്തിരിയുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് പരിശോധിച്ച് നോക്കൂ. കേരളത്തിലെ ക്രിസ്തീയ സഭകളിൽ 61% ഉള്ളത് ഈ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതിൽ തന്നെ 40% വരുന്നത് ഈ സീറോ മലബാർ സഭയിൽപ്പെട്ടവരാണ്. 13% വരുന്നത് ലത്തീൻ സഭയിൽപ്പെട്ടവരാണ്. ഏകദേശം 7-8% മാത്രമാണ് മലങ്കര കത്തോലിക്ക സഭയിൽപ്പെട്ടവരുള്ളത്. ഇത് കഴിഞ്ഞാൽ പിന്നീട് ഓർത്തഡോക്സും യാക്കോബൈറ്റും മറ്റു വിഭാഗങ്ങളുമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 60% ഉള്ളവരിൽ തന്നെ 40%, മൊത്തത്തിൽ 40%-ഓളമുള്ള സീറോ മലബാർ സഭയെ എങ്ങനെയെങ്കിലും സംഘപരിവാറിൻ്റെ കൂടാരത്തിലേക്ക് കൊണ്ടുവരിക. അവർക്കാണെങ്കിൽ സാമുദായികമായി, രാഷ്ട്രീയമായിട്ടല്ല സാമുദായികമായി ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു സവർണ്ണ രാഷ്ട്രീയ പ്ലാറ്റ്ഫോം BJP ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവരെ ആ രാഷ്ട്രീയത്തിലേക്ക് വിളക്കി ചേർക്കാൻ കഴിയുമെന്ന് BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സംഘപരിവാർ പാളയത്തിലേക്ക് ക്രിസ്ത്യൻ സഭയിൽപ്പെട്ട, കത്തോലിക്ക സഭയിൽപ്പെട്ട, സീറോ മലബാർ സഭയിൽപ്പെട്ട മെത്രാന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള BJPയുടെ കേക്ക് സന്ദർശനം നടക്കുന്നത്. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം എന്താണ്? രണ്ട് രീതിയിലാണ്. ഒന്ന്, കേക്ക് ഒരു ഭാഗത്ത് കൊടുക്കും, പിന്നൊന്ന് EDയുടെയും മറ്റ്
ഏജൻസികളിൽ നിന്നും പണം വാങ്ങുന്നതിനെ വിമർശിച്ചുകൊണ്ടും അന്വേഷണത്തിൻ്റെ പേരിലും ആഭ്യന്തര വകുപ്പിൻ്റെ കക്ഷത്തിരിക്കും. അപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ കക്ഷത്തിൽ, വലത്തെ കൈയുടെ കക്ഷത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ കക്ഷത്തിൽ ചില മെത്രാന്മാരെ വയ്ക്കും, ഇടത്തെ കൈ കൊണ്ട് കേക്കും കൊടുക്കും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇതിനെ ഭയന്നിരിക്കുന്ന മെത്രാന്മാർ മാത്രമാണ് ഇന്ന് സംഘപരിവാർ അനുകൂല രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, നേരത്തെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് ചരിത്രത്തിൽ പാമ്പ്ലാനി പിതാവൊന്നും ഒറ്റയ്ക്കൊന്നും അല്ലെന്നേ. ഒരുപാട് പേര് ചരിത്രത്തിലുണ്ട്. 1937 ജർമ്മൻ പശ്ചാത്തലത്തിൽ ഒരു പുസ്തകം എഴുതുന്നുണ്ട്, ദ ഫൗണ്ടേഷൻസ് ഓഫ് നാഷണൽ സോഷ്യലിസം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകം എഴുതിയ ബിഷപ്പിൻ്റെ പേര് ബിഷപ്പ് അലോയിസ് ഹൂഡൽ എന്നായിരുന്നു. എന്തായിരുന്നു അയാൾ ചെയ്തെന്നറിയാമോ? ബാക്കി എല്ലാവരും നാസി കുറ്റവാളികളെ വിചാരണ ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നാസി കുറ്റവാളികൾക്ക് അനുകൂലമായിട്ട് പ്രസ്താവനകൾ ഇറക്കുകയും ഹിറ്റ്ലറെ പ്രകീർത്തിച്ചുകൊണ്ട് പുസ്തകം എഴുതുകയും ചെയ്ത ആളുടെ പേരാണ് ബിഷപ്പ് അലോയിസ് ഹൂഡൽ. സമാനമായ രീതിയിലുള്ള പ്രസ്താവനകളാണ് ചില മെത്രാന്മാരുടെ ഭാഗത്തു നിന്ന്, ചില പിതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ആ അർത്ഥത്തിൽ സഭകളെ നിങ്ങൾ ഒറ്റുകൊടുക്കുകയാണ്. ഒരു കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ, ഏതെങ്കിലും കർഷകരുടെ നോക്കൂ, ഒരു സഭയിലെ ഒരു ബിഷപ്പിന് വലിയ താല്പര്യമെന്ന് പറയുന്നത് കർഷകർക്ക്, റബ്ബർ കർഷകർക്ക് 300 കിട്ടിയാൽ ഞങ്ങളൊരു MP കൊടുക്കുമെന്നുള്ളതാണ്. എത്ര വില കുറഞ്ഞ സാമ്പത്തിക രാഷ്ട്രീയമാണെന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ, റബ്ബറിൻ്റെ വിലയേക്കാൾ കൂടുതൽ ഉയർന്നു നിൽക്കുന്ന വിലയുണ്ട് ആ സഭയിലെ കന്യാസ്ത്രീകളുടെ വസ്ത്രത്തിന്, തിരുവസ്ത്രത്തിന്. എല്ലാ കന്യാസ്ത്രീകളും ഒരുമിച്ച് നമ്മളോട് പറയുന്നൊരു വാചകമുണ്ടല്ലോ, എല്ലാ ബിഷപ്പുമാരും ഒരുമിച്ച് നമ്മളോട് പറയുന്നൊരു വാചകമുണ്ടല്ലോ, കേരളത്തിന് പുറത്തു പോകുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്, കേസ് കൊടുക്കാൻ ഭയമാണ്, ഇത് കേരളമല്ലല്ലോ. കേസ് കൊടുക്കാൻ ഭയമാണ്, ഇത് കേരളമല്ലല്ലോ. ഇത് ബിഷപ്പ് പാമ്പ്ലാനി പിതാവ് കേൾക്കണം. കേരളത്തിന് പുറത്ത് അടികൊണ്ട പാസ്റ്റർ നമ്മളോട് പറയുന്നുണ്ട്, ഒഡീഷയിൽ അടികൊണ്ട ലിജോ പിതാവും ജോജോ പിതാവും നമ്മളോട് പറയുന്നുണ്ട്, ഭയമാണ് കേസ് കൊടുക്കാൻ പോലും. നമ്മുടെ കേരളമല്ലല്ലോ. നമ്മുടെ കേരളത്തിൽ അഭിമാനത്തോടുകൂടി സഭാപ്രവർത്തനം നടത്താനും വിശ്വാസികളോടൊപ്പം സഞ്ചരിക്കാനുമുള്ള അവകാശമുണ്ട് പിതാക്കന്മാർക്കും കന്യാസ്ത്രീകൾക്കും. ഒരു കന്യാസ്ത്രീയെയും നമ്മളിവിടെ ആക്രമിക്കില്ല. ബസ്സിലിരിക്കുമ്പോൾ കന്യാസ്ത്രീക്ക് സീറ്റ് എഴുന്നേറ്റ് കൊടുക്കുന്ന നാടാണ് കേരളം. ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പിതാവിനെ കണ്ടാൽ ഏത് മതസമുദായത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിലും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് തലകുനിക്കുന്ന നാടാണ് കേരളം. ഈ നാട് എങ്ങനെയായി മാറി? ഈ നാടായതിൻ്റെ കാരണം ഇന്ന് നിങ്ങൾ ആർക്ക് നന്ദി പറയുന്നു? അവർ ഈ നാട് ഭരിക്കാത്തത് കൊണ്ടും അവർ ഈ നാടിൻ്റെ സാമുദായിക ഐക്യത്തിൽ വിഷം ചേർക്കാൻ ഈ നാട് ഒരുമിച്ച് നിന്ന് എതിർത്തത് കൊണ്ടുമാണ്, അനുവദിക്കാത്തത് കൊണ്ടുമാണ്. ആ ജാഗ്രതയെ പരിഹസിക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അവസരവാദി എന്ന് വിളിച്ചത് ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഉടനെ അമിത്ഷായെ പുകഴ്ത്തിയാണ് സംസാരിക്കുന്നത്. അമിത്ഷാ വിചാരിച്ചാൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുമെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭരണഘടന അപകടത്തിലാണ് പിതാവേ. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് അങ്ങ് നന്ദി പറഞ്ഞത്? ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി ഇടപെട്ടുകൊണ്ട് ജാമ്യം കൊടുത്തു എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നില്ലേ? ഇന്ത്യൻ ഭരണഘടന അപകടത്തിലാണ്. ആഭ്യന്തരമന്ത്രി ഇടപെട്ടാൽ ഒരാൾക്ക് ജാമ്യം കിട്ടാനും ഒരാൾക്ക് ജാമ്യം നിഷേധിക്കാനും കഴിയുമെങ്കിൽ ആ സംവിധാനത്തിൻ്റെ പേര് ജനാധിപത്യം എന്നല്ല, ആ സംവിധാനത്തിൻ്റെ പേര് ഫാസിസം എന്നാണ്. അപ്പോൾ താങ്കൾ നന്ദി പറഞ്ഞത് ഫാസിസ്റ്റായ ഒരു സംവിധാനത്തിന് വേണ്ടിയാണോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അങ്ങ് നന്ദി പറഞ്ഞിറങ്ങി തൊട്ടടുത്ത ദിവസം മറ്റൊരു വാർത്ത വന്നില്ലേ? ഒഡീഷയിൽ ബെൽസോറിലെ 2 പ്രധാനപ്പെട്ട പിതാക്കന്മാരെയാണ് ബജരംഗദൾ പ്രവർത്തകർ ആക്രമിച്ചത്. കന്യാസ്ത്രീകളെയാണ് കയ്യേറ്റം ചെയ്തത്. അവിടെ എന്താണ് അവർ ചെയ്ത കുറ്റം? മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് അവർ പോകുന്നതെന്ന് ആലോചിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ബിഷപ്പ് പാമ്പ്ലാനി പിതാവ് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ രാജ്യത്ത് 10 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. ആ 10 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തനം നടപ്പിലാക്കിയ 6 സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് BJP ആണ്. 10 സംസ്ഥാനങ്ങളും ഇപ്പോൾ ഏറെക്കുറെ ഭരിക്കുന്നത് BJP ആണ്. അതിൽ മതപരിവർത്തന നിയമം കൊണ്ടുവന്ന 4 പ്രധാനപ്പെട്ട സർക്കാരുകൾ കോൺഗ്രസ് സർക്കാരിൻ്റെയും മതപരിവർത്തന നിയമം കൊണ്ടുവന്ന 6 സർക്കാരുകൾ BJP സർക്കാരിൻ്റെതുമായിരുന്നു. എന്നാൽ ഒരു കാരണവശാലും CPM ഭരിച്ച ഒരു സംസ്ഥാനത്ത് പോലും മതപരിവർത്തന നിയമം ആ അർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഗോവിന്ദച്ചാമിയോട് ഉപമിച്ച പിതാവും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാടിനെ മതസൗഹാർദ്ദമുള്ള നാടാക്കി നിലനിർത്താൻ ഇപ്പോഴും എല്ലാ സഭകളിൽപ്പെട്ട മനുഷ്യർക്കും വിശ്വാസത്തോടു കൂടി പരസ്പരം ചേർന്ന് പോകാനുള്ള ഒരു നാടാക്കി മാറ്റിയതിന് ഉത്തരവാദികൾ ഇവിടുത്തെ കോൺഗ്രസിൻ്റെതാണെങ്കിലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതാണെങ്കിലും ഒക്കെ രാഷ്ട്രീയത്തിൻ്റെ സമവായ അവർ ഒരുമിച്ച് നിൽക്കുന്ന സംതുലിത രാഷ്ട്രീയമാണ്. KM മാണി പോലൊരു നേതാവിൻ്റെ അഭാവമുണ്ട് എന്ന് കരുതി ഏതെങ്കിലും ഒരു പിതാവോ ഏതെങ്കിലും ഒരു സഭയോ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഒരു വേഷം അങ്ങ് ധരിച്ചേക്കാമെന്ന് കരുതിയാൽ അത് കേരളത്തിൽ വിലപ്പോവില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, എവിടെ രൂപീകരിച്ച നാഷണലിസ്റ്റ് കേരള പാർട്ടി, എവിടെ രൂപീകരിച്ച നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി? 2023 ജോണി നെല്ലൂരിനെയൊക്കെ വെച്ചുകൊണ്ടല്ലേ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി VV അഗസ്റ്റിൻ തീരുമാനിച്ചത്. ആ പാർട്ടി എവിടെ പോയി? ഏറ്റവും ഒടുവിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവ് ഉദ്ഘാടനം ചെയ്തൊരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ, ഫാർമേഴ്സ് ഫെഡറേഷൻ എന്നായിരുന്നു പേര്. എല്ലാ ക്രിസ്ത്യൻ സഭയിലെ മെത്രാന്മാരെയും ഒരുമിച്ച് കൂട്ടി ഒരു പാർട്ടി ഉണ്ടാക്കി രാഷ്ട്രീയ
രാഷ്ട്രീയ വിലപേശലിലാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് അത്യന്തം അപകടകരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പകരം ഈ നാടിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് കാരണമായ ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ട്. അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ബിഷപ്പുമാർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള പ്രതികരണം അവരുടെ ആ രീതിയിൽ വളരെ സിവിലൈസ്ഡ് ആയ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള പ്രതികരണമാണ് ഉണ്ടാവുക. ജാമ്യം കൊടുത്തതിന് നന്ദി പറയുന്നവർ ആ ജാമ്യം കിട്ടാൻ ഇടയാക്കിയ അറസ്റ്റിന് കൂടി നന്ദി പറയണം എന്നാണ് ഒരു യുവജന സംഘടനാ നേതാവ് പറഞ്ഞത്. ഒരർത്ഥത്തിൽ ഇത് ശരിയുമാണ്. ആ സംഘടനാ നേതാവ് പറഞ്ഞൊരു വാചകം തന്നെയാണ് നീമുള്ളതിൻ്റെ വാചകവും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പാമ്പ്ലാനി പിതാവ് ഓർമ്മിക്കുക, ഇന്ന് നിങ്ങൾ ആരെ തള്ളി പറയുന്നുണ്ടോ അവരാണ് ഈ നാടിൻ്റെ സാംസ്കാരികമായ മതമൈത്രിക്ക് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോയാൽ കേരളം പോലെ ആവില്ല മറ്റൊരു നാടും എന്നത് വാസ്തവമാണ്. പക്ഷേ ആ കേരളം പോലും ബാക്കി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ബിഷപ്പുമാരൊക്കെ പറയുന്നുണ്ടല്ലോ, ഇത് കേരളമല്ലല്ലോ എന്ന് പറയുന്നുണ്ടല്ലോ. ആ കേരളമല്ലല്ലോ എന്ന് പറയുന്നതിലുണ്ട് എല്ലാം. അത് എല്ലാ പിതാക്കന്മാരും മനസ്സിലാക്കിയാൽ നന്ന് എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. നിങ്ങൾ പറഞ്ഞതുപോലെ ആദ്യം തേടി വന്നത് അവർ ആരെയാണ്? ആദ്യം തേടി വന്നത് നമ്മളെ അല്ലാത്തത് കൊണ്ട് നമ്മൾ ശബ്ദിക്കാതിരിക്കുന്നു എന്ന നിലയാകരുത്. ഇപ്പോൾ തേടി വരുന്നത് അവർ മുസ്ലിങ്ങളെയാണ്. നാളെ തേടി വരാൻ പോകുന്നത് ക്രിസ്ത്യാനികളെയാണ്. അത് കഴിഞ്ഞാൽ തേടി വരാൻ പോകുന്നത് ഹിന്ദു ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ. അങ്ങനെ ഓരോരുത്തരെയായിട്ട് അവർ തേടി വരുമെന്ന് മാത്രമാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതത്ര ബുദ്ധിമുട്ടുള്ള പാഠമല്ല പിതാവ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഉന്നം നിലവിൽ പാമ്പ്ലാനി പിതാവ് മാത്രമാണ്. മറ്റു സഭാ നേതാക്കളൊക്കെ ഇതേപോലെ പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഇത് അതിരുകവിഞ്ഞ പ്രതികരണമായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് ഗോവിന്ദച്ചാമിയുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള സഭയുടെ പ്രതികരണം അത്യന്തം അപലപനീയമാണ് എന്നാണ് എൻ്റെ ടേക്ക്. ഉന്നം പാമ്പ്ലാനി പിതാവ് മാത്രമാണോ എന്ന ചോദ്യത്തിന് 4 പേരുടെ ഉത്തരം യെസ് എന്നാണ്, ഒരാളുടെ ഉത്തരം നോ എന്നാണ്. ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ കുർലോസ് തിരുമേനിയുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഒരു ഫേസ്ബുക്കിലെ പോസ്റ്റ് വന്നിട്ടുണ്ട്. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ, ഗോവിന്ദം മാഷ് പറഞ്ഞത് കൃത്യമാണ്, ഒപ്പം എന്ന് ഗീവർഗീസ് കുർലോസ് തിരുമേനി പറയുന്ന ഒരു വാചകം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൂടി പ്രേക്ഷകരെ അറിയിക്കും. അതെ, വിവരദോഷി അല്ലാത്ത ഒരാൾ ഉണ്ടല്ലോ, വിവരദോഷി അല്ലാത്ത അങ്ങനെ കുറേ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. യെസ് എന്ന് 4, നോ എന്ന് 1. Meet the editors.